ഇന്ത്യക്ക് റഷ്യൻ എണ്ണ വാങ്ങാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് അമേരിക്ക. അതായത് ഉപരോധത്തിൽ ഒരു ഇളവ് നൽകിയിരിക്കുകയാണ്. കടലിലുള്ള റഷ്യൻ ടാങ്കറുകളിൽ നിന്ന് എണ്ണ വാങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിർണായകമായ ഒരു തീരുമാനവും. അയ്യോ ഓ അമ്പ്ര ആയിക്കോട്ടെ അമ്രാൻ പറയുന്ന പോലെ തന്നെ ഇനി അമ്രാൻ പറഞ്ഞിട്ട് ഞങ്ങൾ റഷ്യന്ന് വാങ്ങിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാം അമേരിക്കന്ന് എടുത്തോളാം. നാണവും മാനവും ഉണ്ടോടാ? 56 ഇഞ്ചിന്റെ കൊണയടിച്ചിട്ട് നീക്ക് നാണവും മാനവും ഉണ്ടോ? സ്വന്തം രാജ്യത്തെ കാര്യം തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് ട്രംപെണ്ണം പണയണം. ഒരു 30 ദിവസത്തിന് വേണമെങ്കിൽ നീ റഷ്യന്ന് വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ തീരുമാനിച്ച് നിന്റെ അണ്ണാക്കി തരുമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഓ അമ്പ്ര എന്ന് പറഞ്ഞുകൊണ്ട് കുനിഞ്ഞ് പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് ഷൂ നക്കുന്നിടം വരെ എത്തിയിട്ടുണ്ട്. ചുമ്മാ അതാണോ ഈ നായിന്റെ മക്കൾക്ക് മഹാത്മാഗാന്ധി എന്നൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത്ര കുരു പൊട്ടാനായിട്ട്? ഇന്നും വെളുത്ത കൂടെയുള്ള സാമാനം താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഇവനൊന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ഇവനൊന്നും ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യസ്നേഹം പറഞ്ഞുകൊണ്ട് ചുമ്മാ കൊണ അടിച്ചുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, സായിപ്പിന്റെ സാമാനം താങ്ങി നടക്കുകയാണ്. എന്നിട്ട് ഡയലോഗ് 56 ഇഞ്ചാണെന്ന്. ഭയങ്കര വലിയ ഔദാര്യമായി പോയി. എന്തിനേറെ പറയുന്നത്, ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് അകത്ത് കയറിയിട്ടാണ് ഇറാന്റെ കപ്പലിനെ അവന്മാർ പൊട്ടിച്ചിട്ട് പോയത്. ഓക്കെ, ഇതുവരെ അവിടെ നിൽക്കട്ടെ, ഒരു വീഡിയോ കൂടെ നിങ്ങൾ കാണും. ആരിൽ നിന്ന് എണ്ണ വാങ്ങണമെന്ന് ഇന്ത്യ തീരുമാനിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എണ്ണ ഇറക്കുമതി ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്നാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഫെബ്രുവരിയിൽ മാത്രം 1.04 മില്യൺ ബാരൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുവെന്നും സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചു. പി ബസന്ത് വിവരങ്ങൾ. ഇന്ത്യ ഒരുത്തന്റെയും തന്തയുടെ വകയല്ല എന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് യുവമാരെ അറിയാമായിരുന്നു. യുവമാരുടെ തന്ത എന്തായാലും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത്. സംഘികളുടെ മുഖത്ത് നോക്കി തന്നെയാണ് ഇവർ പറയുന്നത് ഇന്ത്യ ഒരുത്തന്റെയും തന്തയുടെ വകയല്ലാന്ന്. പക്ഷെ സംഘികൾക്കൊരു ബോധ്യമുണ്ട്, സ്വന്തം തന്ത ഈ രാജ്യത്തുള്ളത് തന്നെയാണെന്ന്. സ്വന്തം തന്ത സൗദി അറേബ്യയിലും ഒമാനിലും ഖത്തറിലും ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇറാനിലും പിന്നെ റഷ്യയിലും ചൈനയിലും ഉത്തര കൊറിയയിലുമായിട്ട് കിടക്കുന്ന പല അവന്മാർക്കും സ്വന്തം രാജ്യത്തിന് നേരെ തൊലി വെളുത്ത സായിപ്പ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അമൃതാണെന്ന് കരുതി വാരത്തിനും. ഇയാൾ മാത്രമല്ല, ഇയാളെപ്പോലെ ഒരുപാട് പേരുണ്ട്. അവന്മാരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ട്രംപ് ആണെങ്കിലും തൂറുന്നത് തീട്ടം തന്നെയാണ്. അത് പക്ഷെ അമൃതാണെന്ന് കരുതി നിങ്ങൾ വാരി തിന്നോളൂ. തിന്ന ട്രംപിന്റെ അമേധ്യത്തെ അത് അമൃതാണെന്നും അതിന് പാൽപ്പായസത്തോളം രുചിയുണ്ടെന്നൊന്നും ഞങ്ങളടുത്ത് ആരോടും എന്ന് പറയേണ്ട ആവശ്യമില്ല. ട്രംപ് അപ്പിയിട്ടാലും പുറത്തു വീഴുന്നത് തീട്ടം തന്നെയാണ്. അത് വാരി തിന്നിട്ട് ഇവരെ പോലുള്ള ആൾക്കാർ അതിന്റെ സ്വാദ് അമൃതാണെന്നും അതിന് പാൽപ്പായസത്തോളം രുചിയുണ്ടെന്നും ഇന്ത്യക്കാരോട് പറയേണ്ട ആവശ്യമില്ല. ഇവരായാലും ഇവരുടെ പൂർവികരായാലും പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലും ഉള്ളംകാല് വരെ നക്കി ബ്രിട്ടീഷ് രാജ്ഞിയുടെ അടിപ്പാവാട വരെ അലക്കിയിട്ടാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടാക്കിയെടുത്തതെന്നെല്ലാം നമുക്കറിയാം. ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും സുഖിപ്പിച്ചും കാല് നക്കിയും ഉള്ളംകാല് നക്കിയും തന്നെയാണ് ഞങ്ങൾ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി അംബേദ്കർ വിഭാവനം ചെയ്തിട്ടുള്ള ഞങ്ങൾക്കുള്ള സംവരണത്തിൽ നിന്നും ഇവർ വേണ്ടുന്ന പെർസെൻറ്റേജുകൾ അടിച്ചു മാറ്റിയതെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ടും തൊലിവെളുത്ത സായിപ്പിന്റെ അമേധ്യം അമൃതാണെന്ന് കരുതി വാരി തിന്നിട്ട് ഈ രാജ്യത്തെ നോക്കി ചിലയ്ക്കുന്നവന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളുടെ കോൺഗ്രസിന്റെ ഒരു തലകുനിയൻ പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിച്ചിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ്. 2012 ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ കുനിഞ്ഞു നിന്നു കൊടുത്തൊരു പ്രധാനമന്ത്രിയായിരുന്നു അന്ന് നമുക്കുണ്ടായിരുന്നത്. അതുമാത്രമല്ല, മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിൽ തിരിച്ചാക്രമിക്കാൻ അമേരിക്കയുടെ അനുവാദം ചോദിച്ച് കുനിഞ്ഞു നിന്ന പ്രധാനമന്ത്രിയും ഭരണകൂടവും കോൺഗ്രസ് എന്നൊരു പാർട്ടിയും ഈ രാജ്യം ഭരിച്ചിരുന്നു. ആ ഫ്രസ്ട്രേഷനിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഇന്ന് 56 ഇഞ്ച് നെഞ്ചളവിൽ ധൈര്യത്തോടെ നിവർന്നു നിന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അസൂയ തോന്നും. നായിന്റെ മക്കളെ എന്ന് നീ വിളിച്ചത് നിന്റെ വീട്ടുകാരെ തന്നെയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ഇന്ത്യയിലെ സംഘികൾക്ക് ഒരു ബോധ്യമുണ്ട്, തന്തയാരെന്ന് ചോദിക്കുമ്പോൾ ഈ രാജ്യത്തിനുള്ളിൽ തന്നെ തന്തയുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവനാരോ അവനാണ് സംഘി. അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും. പക്ഷേ സ്വന്തം തന്ത ആരെന്ന് ചോദിക്കുമ്പോൾ സൗദി അറേബ്യയാണോ, ഒമാനാണോ, ഖത്തറാണോ, ഇറാനാണോ, റഷ്യ ആണോ, ചൈനയാണോ, ഉത്തര കൊറിയ ആണോ, വത്തിക്കാനാണോ, ഇംഗ്ലണ്ടാണോ, യൂറോപ്പാണോ എന്ന് കാണിച്ചു തരാൻ കൺഫ്യൂഷൻ ഉള്ള കുറെ എണ്ണം ഈ ഒരു വാർത്തയുടെ പുറകിൽ ഇത്രയധികം രോഷം കൊള്ളുന്നത് കാണുമ്പോൾ എനിക്ക് ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിനെ ഒരിക്കൽ ഒരു പെണ്ണൻ, ഒരു പെണ്ണാച്ചി എന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് കളിയാക്കിയപ്പോൾ അന്ന് അതിനെതിരെ പ്രതികരിച്ച മുഖ്യമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. ആ വാക്കുകൾ കൂടി നിങ്ങൾ കേട്ടു നോക്കൂ. हिंदुस्तान में मेरे प्रधानमंत्री से हम लड़ेंगे, नीतियों के लिए झगड़ा करेंगे, लेकिन 125 करोड़ के देश के प्रधानमंत्री हैं नवाज शरीफ, ये आपकी कौन सी औकात है? आप मेरे देश के प्रधानमंत्री को देहाती औरत कह के संबोधन करते हो और ये कहते हो कि हिंदुस्तान के प्रधानमंत्री तो देहाती औरत जैसे हैं। वो ओबामा के पास जाकर के मेरे खिलाफ शिकायत करते हैं। मैं जानता नहीं वो कौन पत्रकार थे, लेकिन मेरे देश के जो पत्रकार नवाज शरीफ के सामने बैठ करके उसकी मिठाई खा रहे थे और नवाज शरीफ मेरे देश के प्रधानमंत्री को भला बुरा कह रहे थे, गालियां दे रहे थे, देहाती औरत कह रहे थे, और हिंदुस्तान के उस पत्रकार से मेरी अपेक्षा थी, इस देश की अपेक्षा थी कि वो
नवाज शरीफ की उस मिठाई को ठोकर मार ഇതാണടാ ആമ്പിള്ളാരെന്ന് പറയണത്, ഇതാണടാ നട്ടലുള്ള സംഖ്യ എന്ന് പറയണത്. നിന്നെ പോലെ സായിപ്പ് ഇടുന്ന കാഷ്ടം അത് അങ്ങനെ തന്നെ വാരി തിന്നിട്ട് അത് അമൃതാണെന്ന് ചിലപ്പോൾ തോന്നും. ആ തോന്നലിന്റെ പുറത്ത് ചിലപ്പോൾ ഇന്ത്യക്കാരെ നീ നായിന്റെ മക്കളെ എന്ന് വിളിക്കും. ഇന്ത്യയുടെ 56 ഇഞ്ച് നെഞ്ചളവ് നെഞ്ചും വിരിച്ചു തന്നെ നിന്ന് പറഞ്ഞടാ, ഇന്ത്യ ആരുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കണമെന്ന് ഇന്ത്യയാണ് തീരുമാനിക്കുന്നതെന്ന്. ഇപ്പൊ നിന്റെയൊക്കെ നാക്കെന്താ ഇറങ്ങിപ്പോയോ? അതോ നീ വിളിച്ച ചീത്തയൊക്കെ നിന്റെ വീട്ടിൽ നിന്നെ ഉണ്ടാക്കിയവന്മാർക്ക് കൊണ്ടുപോയി കൊടുത്തോ? കഷ്ടം. ഇനിയെങ്കിലും തൊലി വെളുത്തവനെ കാണുമ്പോഴുള്ള നിന്റെയൊക്കെ ഈ കവാത്ത് മറക്കലുണ്ടല്ലോ, ഈ കുനിഞ്ഞു നിൽക്കല്, ഈ അവന്റെയൊക്കെ പൃഷ്ഠം നക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഇനിയെങ്കിലും നീയൊക്കെ നിർത്തടാ. കണ്ട സായിപ്പന്മാരെ എന്ത് പറഞ്ഞാലും അത് അമൃതാണെന്ന് കരുതി അവന്റെ ഛർദിൽ തൊള്ളയും പൊളിച്ച് ഇന്ന് വാങ്ങരുത് ഇനിയെങ്കിലും. രാജ്യം നമ്മുടേതാണ്. അവന്മാർ പറയുന്ന വാക്കുകൾ നമുക്കെതിരെയാണ്, അല്ലാതെ നരേന്ദ്രമോദിക്കെതിരെയോ അല്ലെങ്കിൽ സംഘികൾക്കെതിരെയോ അല്ല. അപമാനം നമുക്കാണ്. അപമാനം നമുക്കില്ല എന്ന് നമ്മൾ നെഞ്ചു വിരിച്ചു എന്ന് നിന്റെ അനുവാദം വേണ്ട എനിക്ക് പെട്രോൾ മേടിക്കാൻ എന്ന് പറയുമ്പോൾ അതിനെയും അഡ്രസ്സ് ചെയ്യാൻ തൻ്റെ ഇടമില്ലെങ്കിൽ നീയൊക്കെ ഇപ്പോഴും ഇന്ത്യക്കുള്ളിലല്ല തന്തയെ അന്വേഷിക്കുന്നത് ഇറാനിലും സൗദി അറേബ്യയിലും ഖത്തറിലും ഒമാനിലും റഷ്യയിലും ചൈനയിലും ഉത്തര കൊറിയയിലും വത്തിക്കാനിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലുമാണ്. ജയ് ഹിന്ദ്.